നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പെർഫോമൻസ് XAUSD ആണ്. നമ്മുടെ വിൻട്രേഡിൻ്റെ സ്ട്രാറ്റജി ബേസിലുള്ള ട്രേഡിംഗ് ആണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ? ഒന്നെങ്കിൽ ഓൺലൈൻ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് വരണമെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നമുക്ക് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഈ കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ MT4 ആണ്. മെറ്റാറ്റയുടെ 4 തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. XAUSD ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ നമുക്ക് ഗ്രീൻ കളറുടെ അപ്പാരോ കാണാം, അത് നമുക്ക് ബൈ ചെയ്യാനുള്ളതും. റെഡ് വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നോളും. സിഗ്നൽസ് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒരു അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. ഡീറ്റെയിൽസ് ഏറ്റവും മേളത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് എഴുതി കാണിച്ചു തരും. അതായത് നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ എന്ന് പറയുമ്പോൾ 3774, അതായത് റേറ്റ് ആണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈമും ഡീറ്റെയിൽസ് എല്ലാം മേളിലുണ്ട്. എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്ത് എല്ലാം കാണിച്ചു തരും സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ഈ ബൈ സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, സൗണ്ടും അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വന്ന ട്രേഡ് കൺഫേം ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ എല്ലാം സോഫ്റ്റ് തന്നെ സ്വയം കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ ബൈ ആണെന്നുണ്ടെങ്കിൽ ആരോ വന്നതിന് ശേഷം പ്രൈസ് താഴത്ത് എന്തായിരിക്കണം, ബൈ സോൺ തന്നെ എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്തെ ബാറില്ലേ, നമുക്ക് ഓരോ ക്യാൻഡിൽ ഫോം ചെയ്യും, താഴത്തെ ഓരോ ബാർ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തുള്ള ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെങ്കിലും 1-2 ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. അത് യാതൊരു പ്രോബ്ലം ഇല്ലായിട്ട് അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ട് ഈ ഒരു ബൈ എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഈ റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്ററിനെ. അതിന് ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ വേണമെന്നില്ല കേട്ടോ. പ്രൈസ് ബൈ സോൺ നോക്കിയിട്ട് നമുക്ക് ഒറ്റ കൺഫർമേഷൻ കൊണ്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. എൻട്രി പോയിന്റ് ഏറ്റവും മേഖലയിലും താഴത്തെ അതിൻ്റെ ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 3 ടാർഗറ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രഷേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് തോന്നുന്ന ലെവൽ വെച്ച് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതായത് നമ്മൾ എക്സിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് നമുക്ക് വെയിറ്റും ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്നത്, താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. അതുപോലെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ ഇത് കണ്ട ഒരു എക്സ്ട്രാ കളർ കണ്ട, റെഡും ഗ്രീനും അല്ലാതെ ക്യാൻഡലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരും. അത് സൈഡ് വേനെ സൂചിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി. നിങ്ങളൊരു ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കുക, ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് MT4 അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ കസ്റ്റം ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഡിക്കേറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ലൈവായിട്ട് കാണാനോ ഇൻസ്റ്റാൾ ആക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.